വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോമി ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ശ്രീധരൻ ആശാനാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഓൾറെഡി 2 വീഡിയോ ശ്രീധരൻ ആശാൻ്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10-65 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ശ്രീധരൻ ആശാന്. അതിൽ 45 വർഷമായിട്ട് കണ്ടിന്യൂസ് ടൂർണമെൻറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ആശാൻ. അതേപോലെ തന്നെ നല്ലൊരു ടൈം കാഴ്ചവെച്ചിട്ടുണ്ട്. ആശാൻ്റെ 6 വന്നിട്ട് നമ്മളെ കണ്ണൂരിലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ടൈം വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് ആശാൻ്റെ ഒരു ബയോഗ്രഫി സ്റ്റോറി പറയുന്ന പോലെ ഒരു വീഡിയോ ബയോഗ്രഫി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ആശാൻ്റെ ഇത്ര വർഷത്തെ പ്രാവിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ ആശാൻ്റെ പ്രാവുകളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആശാൻ്റെ പ്രാവുകൾ, ആശാൻ നോക്കുന്ന ലക്ഷണങ്ങൾ, ആശ എങ്ങനെയാണ് ജോഡിയിടുന്നത് പ്രാവുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ കൂടി ഡീറ്റെയിൽഡായിട്ട് വരും വീഡിയോയിൽ വീണ്ടും പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് പറവ പ്രാവ്. നമ്മൾ ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് ബിഗിനേഴ്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരുപാട് കൂട്ടുകാർ വന്നിട്ട് നമ്മളൊക്കെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, ബ്രോ എന്തൊക്കെയാണ് പറവ വാങ്ങിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പറവ കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ ഒരു പറവയെ പറത്തുന്നത് ഏത് രീതിയിലാണ്, അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ രീതി എങ്ങനെയാണ് രാത്രി സമയത്തേക്ക് കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ എന്ത് ഫുഡാണ് പ്രാവിന് കൊടുക്കേണ്ടത്. ഇപ്പം ഒരു പ്രാവിനെ പറത്തുന്നുണ്ടെങ്കിൽ ആ പ്രാവിന് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ് ആശാൻ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. സോ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആശാനെ, അപ്പോഴേ ഞാൻ കാഞ്ഞിരക്കുളം ശ്രീധരൻ ആശാൻ എൻ്റെ 2 വീഡിയോകളിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുക, എല്ലാത്തവരും കളയുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് പന്തയപ്രാവ് തമര് നോക്കി, ലക്ഷണം നോക്കി, അതിൻ്റെ എല്ലിൻ്റെ നീളം, പിടയുടെ എല്ലിൻ്റെ നീളം, ഇതൊക്കെ നോക്കിയാണ് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, ഏതൊരു പക്ഷിയെയും നമ്മൾ പിടിക്കുമ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രാവിനെ ഇടത്തെ കയ്യിൽ ഒതുക്കി ഇങ്ങനെ അടിയിലാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, ആണിൻ്റെ നെഞ്ചല് ചിലതിന് 5 വിരൽ നീളം കാണും, ചിലതിന് 6 വിരൽ നീളം കാണും. ആ പ്രാവിന് തെമരും വംശവും കറക്റ്റാണെങ്കിൽ 4 വിരൽ നീളം, നെഞ്ച് നീളമുള്ള പെട്ടയെ ചേർക്കാം. അതായത് അതിൻ്റെ ഊഹം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വിവാഹ ജീവിതത്തിന് ചെല്ലുമ്പോൾ നമ്മളെ പോള് വരെയെങ്കിലും പൊക്കമുള്ള പെൺകുട്ടികളെ നമ്മൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ബോണ്, നെഞ്ചലിൻ്റെ നീളം നോക്കി സെറ്റ് ചെയ്യണതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, ആണായിരിക്കണം, പെണ്ണായിരിക്കണം. ഇങ്ങനെ തെമരും വംശവും ഒത്ത 2 പ്രാവിന് ഞാൻ മുൻ വീഡിയോയിൽ കാണിച്ച ആ ജോഡികൾ, അതിൻ്റെ കുഞ്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേകത, കളർ മാറി ഇറങ്ങും, വംശത്തിന് മാറ്റം വരും. അതിന് 1 കല്ലി 2 കല്ലി പ്രായമാകുമ്പോൾ നമ്മൾ വെളിയിൽ തുറന്നു വിട്ടായിരിക്കുന്നതിനാണ് കൊടുക്കണം. ഞാൻ ഇവിടെ കൂടെ ഓപ്പണായിട്ടാണ് വെച്ചിട്ടുള്ളത്. രാവിലെയുള്ള വെയിൽ കിട്ടാൻ പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്, വൈകിട്ടുള്ള വെയിൽ കിട്ടാൻ പടിഞ്ഞാറോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കൂട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ആകാശം പരിചയപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തുറന്നു വിട്ട് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇത് പ്രധാനമായ ഞാൻ ചെയ്യുന്നൊരു പോയിൻ്റാണ്. പുതിയ കൂട്ടുകാർക്ക് ഇത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ചിലപ്പോൾ ഒരു കുഞ്ഞ് കാക്ക എഴിച്ചങ്ങ് പറന്നോടെ ഇവിടുത്തെ പ്രാവ് വളർത്തുകാർ ചെയ്യുന്നത് കുറേ ചിറവുള്ള പ്രാവിനെ തുറന്നാണ്. ഈ പ്രാവ് ചിലത് പറന്ന് ഒന്ന് മരത്തിൽ വീഴും, ചിലത് അടുത്ത കൂരയിൽ വീഴും, ചിലത് എഴിച്ച് നിന്ന് പറക്കും. ഇതിൻ്റെ എല്ലാം വാല് പിടിച്ച് ഈ കുഞ്ചെന്തിക്കും. അവസാനത്ത് ചിലപ്പോൾ ഈ കുഞ്ച് തളരുമ്പോൾ അയണയിൽ ചെന്നിറങ്ങിയ പ്രാവിൻ്റെ കൂടെ ആയിരിക്കും ഈ കുഞ്ച് ചെന്നിറങ്ങുന്നത്. പിന്നെ ആ കുഞ്ച് അത് തന്നെ പരിപാലിക്കും, ശീലിക്കും. അപ്പോൾ പുതിയ കുഞ്ചിനെ പറത്തുമ്പോൾ മുറ്റത്ത് വെട്ടിട്ട് ആ വെട്ടിടുന്ന സ്ഥലത്ത് ഇറക്കി ശീലിപ്പിക്കണം. അങ്ങനെ 2 പ്രാവശ്യം ഇറക്കി കഴിഞ്ഞാൽ ആ കുഞ്ച് ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാലും കറക്റ്റായിട്ട് പറന്നിട്ട് അവിടെ തന്നെ ഇറങ്ങും. ഈ ഡ്രൈവർ പ്രാവ് എന്ന് ചിലവർ പറയുന്നവരുണ്ട്. അങ്ങനെ പ്രാവിൻ്റെ ആവശ്യം എനിക്കിവിടെ വന്നിട്ടില്ല. എനിക്കിവിടെ ഒരു കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ മുറ്റത്ത് കുറച്ച് പ്രാവ് തുറന്നു വിടും. ആ കുഞ്ച് അതിന് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പറന്നിട്ട് ആ വെട്ടിൻ്റെ പുറത്ത് തന്നെ പ്രാവിറങ്ങും. അതാണ് ഞങ്ങൾ ഇവിടെയാണ്, ഈ കുഴിയിൽ, ഈ തറയിലാണ് എൻ്റെ പ്രാവ് ഇറങ്ങുക എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ചിലെ ശീലിപ്പിക്കുമ്പോൾ ഇരിക്കും. അതുപോലെ ചിലവർ പറയണുണ്ട്, ആഹാരം ഇങ്ങനെ കൊടുക്കണം, പോനെ കൊടുക്കണം. അങ്ങനെയൊന്നുമല്ല. ഒരു പ്രാവുകുഞ്ച്, ഒരു കല്ലി പ്രാവുകുഞ്ച് വിരിഞ്ഞ് 18 ദിവസമാകുമ്പോൾ തന്നെ നമ്മൾ വിരയ്ക്ക് മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 14 ദിവസം കഴിയുമ്പോൾ ഒരു ശകലം കൂടെ വിരയ്ക്ക് കൊടുക്കും. അത് ഈ 2 പ്രാവശ്യം കൊടുക്കുമ്പോൾ 2 കമ്പനിയിലെ മരുന്നേ കൊടുക്കും. അപ്പോഴൊരു 1 കല്ലിയിലൊക്കെ ഈ കുഞ്ചം കഴിച്ച് അപ്പോഴും നമ്മൾ ഗോതമ്പായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല വംശത്തിലുള്ള പ്രാവ് കുഞ്ചാണെങ്കിൽ എണീക്കണേൻ്റെ അന്ന് 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ വരെ പറന്നിട്ട് തളർന്ന് കുഴഞ്ഞ് വീഴുന്ന ചരിത്രം എൻ്റെ കൂട്ടിലുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ പറയണം 5 മിനിറ്റ് പറത്തി, 10 മിനിറ്റ് പറത്തി,
അത് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രാവ് കുഞ്ചുകളിലൂടെ അഴിച്ച 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ. ഈ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് ഞാൻ എടുത്ത സുറുമ കയറ സുറുമ ചീരി പെട്ടയുടെ കുഞ്ചുകൾ വെള്ളയിലിറങ്ങി. അതിൻ്റെ കുഞ്ഞുങ്ങൾ 4 മണിക്കൂർ വരെ പറന്നിട്ട് ചവിട്ടി പിടിച്ചിറങ്ങാൻ പറ്റാതെ ഈ വിളയിൽ വിടുന്ന ചരിത്രമുണ്ട്. എന്നിട്ട് അതിന് ചേട്ടൻ ഇപ്പം ഞാൻ 6 കുഞ്ചെടുത്തിട്ടുണ്ട്. അത് ഇരിക്കട്ട്. ഈ അത് കൊടുക്കും 6 മണിക്കൂർ 7 മണിക്കൂർ ആകുന്നവരെ ആഹാരം മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡിൽ തന്നെ 6-7 മണിക്കൂർ പറക്കും. ഈ 6-7 മണിക്കൂർ പറത്തണം, കണ്ടിന്യൂ പറത്തണം എന്ന് പറയുന്നത് ഇതിന് ഷുഗറോ BP-യോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ പറന്നുടഞ്ഞ് അതിൻ്റെ തകയെല്ലാം മാറി നല്ല സെറ്റപ്പിൽ വരും. പിന്നീട് നമ്മൾ 1 ദിവസം റെസ്റ്റ് കൊടുക്കും. റെസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് പറന്ന് നല്ല തഴമ്പിച്ചിട്ടുള്ള ഒരു പ്രാവിൻ്റെ കൂടെ 5 മണിക്ക് പിടിച്ചിട്ട് 6 മണിക്കൂർ പറന്നിരിക്കുന്ന പ്രാവാണ്. ഇന്നത്തെ പിള്ളേർ ചെയ്യുന്നത് 6 മണിക്കൂർ പറന്ന പ്രാവിന് 1 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് 2 മണിക്കൂർ കയറ്റി 10 മണിക്കൂർ. അവിടെയാണ് ഇവർക്ക് തെറ്റ് പറ്റുന്നത്. ഈ 6 മണിക്കൂർ പറന്ന പ്രാവെന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ 2 ദിവസം പറക്കുമ്പോൾ 6 മണിക്കൂറാണ്. നമ്മൾ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. 6 മണിക്കൊന്നും പ്രാവ് ഇറങ്ങില്ല. ചില പ്രാക്കളെ 7 മണി 7:30 മണിയൊക്കെ കഴിഞ്ഞ് വിട്ട് കണ്ട് കുഴഞ്ഞ് തന്നെ ഇറങ്ങും. 2-3 പറവ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് വീട്ടിൽ പിടിച്ചിറങ്ങി. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യമേ തറയിൽ തുറന്നു വിട്ട് തിന്നാൻ കൊടുക്കുമ്പോഴൊക്കെ നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് വേണം തിന്നാൻ കൊടുക്കാൻ. രാത്രി ഇരുട്ട് വീഴുന്നതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ട് 1 മണിക്കൂറായാലും തുറന്നൊക്കെ വിട്ടിരുന്ന് അങ്ങോട്ടാക്കി. ഇത് ഇന്നത്തെ പിള്ളേർ ചെയ്യുന്നത് ആദ്യം ഒരു 10-10 റൂം അങ്ങ് ഉണ്ടാക്കും. പ്രാവിന് വെളിയും കാണാൻ നോക്കില്ല, എടുക്കാൻ നോക്കില്ല. ഇവർ തുറന്നു വിടുമ്പോൾ 10 മിനിറ്റ് 1/2 മണിക്കൂറാണ് വെളി കാണും. അല്ലെങ്കിൽ ഒരു 2 അവരെ ഡ്രൈവർ പ്രാവ് എന്ന് പറഞ്ഞാൽ 2 പ്രാവിൻ്റെ ഇടയിൽ കുഞ്ചിനെ തുറന്നു വിട്ടേക്ക് ഇവരെവിടെയെങ്കിലും ഒന്ന് പോകും. ഇവർ വൈകിട്ട് വരുമ്പോൾ പ്രാവ് ഇവിടെ കാണും. പക്ഷേ ഇതിനിടയിൽ പ്രാവിന് എന്ത് സംഭവിക്കുമെന്നറിയാം. കാക്ക അടിച്ച് ഡ്രൈവർ പ്രാവ് അടിക്കും. അപ്പോൾ ഈ കുഞ്ചും കൂടെ അടിക്കും. പിന്നെ വന്നിറങ്ങും. പിന്നെ കാക്ക അടിച്ച് നിവർത്തിയില്ലാതെ വരുമ്പോൾ ഈ ഡ്രൈവർ പ്രാവ് അടുത്ത കൂരയ്ക്ക് ഇറങ്ങും. അല്ലെങ്കിൽ അടുത്ത മരത്തിൽ ചെന്നിറങ്ങും. ഈ കുഞ്ചും അവിടെ ചെന്നിറങ്ങും. അതാണ് ചിലവരെ വീട്ടിലെ പ്രാവ് പറന്നിട്ട് മരത്തിൽ ചെന്നിറങ്ങിയിട്ട് പിന്നെ ഒഴിച്ച് പറക്കും. അങ്ങനെയല്ല. ഈ 6 മണിക്കൂർ പറവ കണ്ട. അത് ഞാൻ വീണ്ടും പറയണേ, 12 മണി തൊട്ട് 6 മണി വരെ നമ്മൾ 7:30-8 മണിക്കൊക്കെ പ്രാവ് ഇറക്കും. ഇരുട്ട് കാണിച്ച് ലൈറ്റിലെ പ്രാവ് ഇറക്കും. ലൈറ്റിൽ കുറേ സിഗ്നലുകളുണ്ട്, ചില ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയും. ഇപ്പോൾ പ്രാവ് പറത്തേണ്ട രീതിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 6 മണിക്കൂർ പറന്ന് മോടൊക്കെ നല്ല തഴക്കമായ പ്രാവ്. ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രാവ് കൂടുകൾ നിങ്ങൾ മുൻ വീഡിയോയിലെടുത്തത് കണ്ടല്ലോ. പ്രത്യേകിച്ച് ഹവായി കൂട്ടിലൂടെ ഇല്ല, ഹവായി കൂട്ടിലിടുന്ന പരിപാടിയില്ല. ആ കൂട്ടിൽ തന്നെ കിടക്കും. 1 കല്ലി 2 കല്ലിയാവാത്ത കുഞ്ഞുങ്ങളെല്ലാം ആകാശം കണ്ട് വെയിലും കൊണ്ടും മഴയും കൊണ്ടാണ് ചെയ്യുന്നത്, കണ്ടല്ലേ. അപ്പോൾ 6 മണിക്കൂർ പറന്ന കുഞ്ഞിനെ ഒരു 5-6 മണിക്കൂർ പറന്നിട്ടുള്ളൊരു പ്രാവിൻ്റെ കൂടെ 5 മണിക്ക് പിടിച്ചിട്ട് 5 മണിക്ക് പിടിച്ചിട്ട് അങ്ങനെ വിശാലമായിട്ട് പറക്കും. അപ്പോൾ ഇതിനു മുന്നിൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രദ്ധയോടെ കേൾക്കണം. ഈ പ്രാവ് സെറ്റ് ചെയ്യുമ്പോൾ അതീവ മുകളിൽ പോണ പ്രാവിൻ്റെ കുഞ്ച് എടുത്ത് പറത്താതിരിക്കുന്നതാണ് നല്ലത്. പോയാൽ നമുക്ക് മീഡിയം പറവയില്ലേ. എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ ഞാൻ ടൂർണമെൻറ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു 5 മിനിറ്റിൽ 10 പ്രാവശ്യം എൻ്റെ നടയിൽ വന്ന് ചുറ്റി ആ പറവ കണ്ടിട്ടുള്ള ഒരുപാട് കൂട്ടുകാരിവിടെ ഉണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, അത് വരം കഥ. അപ്പോൾ ഈ പ്രാവിൻ്റെ കൂടെ വിട്ട് പ്രാവ് അങ്ങനെ വിശാലമായിട്ട് പറക്കുകയാണ്. തീരെ ഹൈറ്റിൽ പോണ പ്രാവുകൾ അവിടെ ഒന്നും വിടരുത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 7 മണിയൊക്കെയായി, ബന്ധപ്പെടേണ്ട കാര്യമുണ്ട്. പ്രാവ് നടയിൽ നിൽക്കുകയാണ്. 7 മണി കഴിഞ്ഞൊരു 7:10 ആകുമ്പോൾ ഈ ലൈറ്റിൽ ചില അഡ്ജസ്റ്റ് ഉണ്ട്. അതിപ്പോൾ തുറന്ന് പറയുന്നില്ല, അടുത്ത് വരുന്ന വീഡിയോയിൽ അത് പറയും. ഈ ലൈറ്റിൽ ഒരു ലൈറ്റ് ഇടും. അത് ഏത് ലൈറ്റൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരു ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ടിട്ട് ഒരു 7:30-7:45 ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ കുറേ പ്രാവുകളെ തുറന്നുണ്ട്. അപ്പോഴേ ബുദ്ധിയുള്ളവരൊക്കെ അറിയാം ഏത് ലൈറ്റാണ് ഇട്ടതെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ അത് പറയും. ആ ലൈറ്റിൽ പ്രാവ് തുറന്നു വിട്ടു. ആ പറന്നുകൊണ്ടിരുന്ന ആണ് ഇറങ്ങാറാവുമ്പോൾ കുഞ്ഞിറങ്ങാൻ നിൽക്കില്ല, ഉറപ്പാണ്. കുഞ്ഞിറങ്ങാൻ നിൽക്കില്ല. ഈ പഴകിയിട്ടുള്ള പ്രാവ് ഈ വെട്ടിൽ തന്നെ ഇറങ്ങും. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ അറിയാം, ബുദ്ധിയുള്ളവരൊക്കെ അറിയാം ഏത് ലൈറ്റാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ കുഞ്ചും ഇറങ്ങും. പിന്നും പിറ്റേന്ന് ഈ പ്രാവിൻ്റെ കൂടെ ആ കുഞ്ഞിനെ 4 മണിക്ക് ഇറങ്ങും. അപ്പോൾ ഇനി അതാണ് പോയിന്റ്.
4 മണിക്ക് വിട്ടിരിക്കുകയാണ്, 1 മണിക്കൂർ കയറ്റി വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇറക്കിയിരിക്കുന്നത് 7:30 വിട്ടിട്ട് 7:32, 35 ആയപ്പോൾ പ്രാവ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ 1 മണിക്കൂർ കയറ്റി വിട്ടിരിക്കുകയാണ്. ഈ 1 മണിക്കൂർ കയറ്റിയത് 2 മണിക്കൂർ പിന്നെ ഇറക്കണം. അതെങ്ങനെ ഇറക്കും? 7:30 ഇറങ്ങി. അപ്പോൾ ആ പ്രാവിനെ 8:30 വിട്ടു. വംശത്തിലുള്ള പ്രാവായിരിക്കണം, പറക്കാൻ കഴിവുള്ള പ്രാവായിരിക്കണം, നിൽക്കുന്ന പ്രാവായിരിക്കണം. 8:30 വിട്ടത് പ്രാവ് 9-9:15 ഇറങ്ങും. പിറ്റന്ന് 3 മണിക്ക് 9 മണിക്ക് വിട്ടു. അതിൻ്റെ പിറ്റന്ന് റെസ്റ്റ് കൊടുക്കും. അതിൻ്റെ പിറ്റന്ന് നമ്മൾ 12 മണിക്ക് ആ പ്രാവിനെ 7 മണിക്ക് വിട്ടു. പറവയുടെ വ്യത്യാസം മനസ്സിലായല്ലോ. കുറച്ച് കൂട്ടി, പകല കൂട്ടുമ്പോൾ നൈറ്റ് കുറയ്ക്കും, പകല കുറയ്ക്കുമ്പോൾ നൈറ്റ് കൂട്ടും. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേർ പറയുമ്പോൾ അല്ലേ ലൈറ്റിൽ അങ്ങ് കയറി ഇത്ര മണിക്കൂർ പറന്നു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ശ്രേയരനാശാൻ വിശ്വസിക്കില്ല. പകല എത്ര സമയം കയറ്റി കൊടുക്കുമ്പോൾ അത്രയും നൈറ്റ് കുറയ്ക്കും, പകല എത്ര കുറയ്ക്കുന്നോ അത്രയും നൈറ്റിൽ പോകും. പിന്നെ എല്ലാ പ്രാവും നൈറ്റിൽ പറക്കില്ല. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എവിടെ വിടട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് തപ്പണ പ്രാവ്, കണ്ണ് വെളിച്ചമുള്ള വംശത്തിലുള്ള പ്രാവുണ്ട്. ആ പ്രാവ് ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ പകലെ പോലെ തെളിച്ചമാണ്. അതാണ് ഷാനിൻ്റെ മൂങ്ങാത്തലേനെ എടുത്തു പറയാൻ കാര്യം. പകല ഉറങ്ങിയേ പറക്കും. ഒരു 7 മണി കഴിയുമ്പോൾ ആ പ്രാവ് പറവയില്ല. മൂങ്ങാത്തലൻ, മൂങ്ങയുടെ വംശം. മൂങ്ങയ്ക്ക് പകല കാഴ്ചക്കുറവാണ്, രാത്രി. അപ്പോഴാ ഷാനിൻ്റെ ആ മൂങ്ങാത്തലയും വംശം. അല്ലാതെ ഇന്നത്തെ പിള്ളേർ പറയണത്, ഞാനൊരു പ്രധാന പോയിന്റ് പറഞ്ഞു, പ്രാവ് കുഞ്ചിന് വെട്ടിടുമ്പോൾ ഏത് ലൈറ്റ് ഇടണം, ലൈറ്റ് ഇട്ടിട്ട് വെട്ട് തുറന്ന് വിടണം. ഇതൊരു മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. അടുത്ത് വരുന്ന വീഡിയോയിൽ ഇത് ഞാൻ പൊളിച്ച് പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ പറയും, ഈ വീഡിയോയിൽ പറയണില്ല, ഞാൻ പറഞ്ഞു തരാം. അപ്പോഴേ പ്രാവ് ഒരു 8 മണിക്കൂറൊക്കെ ആയി എന്ന് വെച്ചോളൂ. 8 മണിക്കൂറാവുന്ന പ്രാവിന് ഒരു റെസ്റ്റ് കൊടുക്കണം. 8 മണിക്കൂറായില്ല, ഒരു 5 ചുണ്ടാക്കി. ഓക്കെ, ഈ 8 മണിക്കൂർ കയറിയതിന് ശേഷമാണ് ഫുഡിന്റെ രീതിയിൽ കാര്യങ്ങൾ. പ്രാവ് ഉടഞ്ഞ് നല്ല ഡെവലപ്പായി വരണം, കാറ്റ് പോലെ ആവണം. അതിന് ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് ആ റെസ്റ്റിൻ്റെ അന്ന് ഒരു 5 ചുണ്ടാക്കി, ഒരു 3 പച്ചക്കപ്പൽ. പിന്നെ പ്രാവ് 1/2 മണിക്കൂർ പറന്നിട്ട് ഇറങ്ങിയ ഉടൻ 250 mg ടെറാമസിൻ എന്ന് കേൾക്കുമ്പോൾ ടെട്രാ സൈക്കിളിനെ കിട്ടും. ഇത് വാങ്ങിച്ച് 250-ൻ്റെ ഒരു ടെറാമസിൻ 2 പ്രാവിനായിട്ട് കലക്കി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മീൻ കുഴി കൊടുക്കണം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ 250 mg ഷെക്കാണ്, കാൽസ്യത്തിൻ്റെ 4-1 ഒരു പ്രാവിന്. ഇത്രയും കൊടുത്തിട്ടിരുന്ന് പിറ്റന്ന് രാവിലെ ഇതായിരിക്കും. പിന്നെ ആഹാരം വളരെ കറക്റ്റായിട്ടേ കൊടുക്കാവൂ. കൂരവ്, സൂചിക്കമ്പൻ, തെന. 1 കിലോ കൂരവിന് 1/2 കിലോ സൂചിക്കമ്പൻ, 250 തെന, 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഊതി കൊടുക്കുന്നവർക്ക് ഊതി കൊടുക്കാം. പക്ഷെ ഊതി കൊടുക്കുമ്പോൾ വെള്ളം കൂടല്, ഏറെ കയറല്, കൊത്തിക്കും പോലെ. വെള്ളം കൂടുതൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ് പ്രാവിന്. ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ പറ്റി നമ്മളിപ്പോ ചിലര് കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഈ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡിന് അങ്ങനെ അളവുണ്ടോ? അളവ് കൊടുക്കണതാണ് നല്ലത്. കാരണം ഇന്നത്തെ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പിള്ളേക്ക് പാല് കൊടുക്കില്ല, അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും ചില പെണ്ണുങ്ങൾ. അപ്പോഴവർ ഹാൻഡ് ഫീഡല്ലേ ചെയ്യുന്നത്. അപ്പോഴതിനൊരു അളവുണ്ട്. ആ ഡാക്ടറുമായിട്ട് സംസാരിച്ചിട്ട് കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്, അല്ലേ? ബേബി ഫുഡുകൾ അത് ഇതൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അമ്മ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടിക്കും കുഞ്ഞമ്മേരെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടിക്കും അല്ലെങ്കിൽ വലിയമ്മേരെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടിക്കും ബേബി ഫുഡിൽ വളരുന്ന കുട്ടിക്കും അതിൻ്റേതായ ഒരുപാട് വ്യത്യാസങ്ങൾ പാരന്റ് തന്നെ നോക്കിയെടുക്കുന്നതായിരിക്കും ബെറ്റർ, നമ്മളെ ഫുഡ് കൊടുത്ത്. അതാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഒരു പ്രാവിൻ്റെ കുഞ്ച് വിരിഞ്ഞാൽ ഇന്ന് വരെ ഹിസ്റ്ററിയിൽ ഞാൻ വായിച്ചെടുത്തോളം പാല് കൊടുക്കുന്ന പക്ഷി പ്രാവ്. അത് ചിലത് 3-ന് കൊടുക്കും, ചിലത് 5-ന് കൊടുക്കും, ചിലത് 12 ദിവസം വരെ കൊടുക്കും. അപ്പോൾ ഈ 12 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പ്രാവ് കുഞ്ചിന് ഹാൻഡിൽ ചെയ്യണതുകൊണ്ട് ഒരു ദോഷവും ഇല്ല.
അപ്പോൾ ഈ മുട്ട മാറ്റി വെച്ച് റോമറിനും ഇതിനുമൊക്കെ എടുക്കുന്ന പദ്ധതികൾ ഇവിടെ ഉണ്ട്. അതിനോടുകൂടി ഞാൻ യോജിക്കില്ല. കാരണം എന്താണെന്നറിയാം, റോമറിൻ്റെ പാലാണ് ഈ കുഞ്ചു കുടിക്കുന്നത്, തള്ളയുടെ പാലല്ല. അപ്പോഴതാണ് ഞാൻ എല്ലാ വളർത്തുകാരുടെ അടുത്തും പറയണത്, ആ അച്ഛൻ്റെയും അമ്മയുടെയും ഊഷ്മാവും ആസ്മാവും ആ ശ്വസനങ്ങളും ആ പാലുകളും തന്നെ ആ കുഞ്ചിന് കിട്ടണം. അതല്ലെങ്കിൽ ചില പ്രാക്കൾ ഓവർ ടൈമിലടിയാവും, ചില പ്രാക്കൾ ഇപ്പം ഇവിടെ പറന്നിട്ട് ഇറങ്ങുന്നത് അപ്പുറത്തായിരിക്കും, ഇങ്ങനെയൊക്കെ വരും. അതാ അച്ഛൻ്റെ അമ്മയുടെ ചൂടും ഏറ്റ ആ മുട്ട 18-ന് 19-ന് വിരിഞ്ഞ് ആ അമ്മയുടെ കൊഴുപ്പ്, അതിനെയാണ് നമ്മൾ കൊഴുപ്പടയ്ക്കണ എന്ന് പറയും. അത് കടച്ച് കഴിഞ്ഞ് ആ കുഞ്ച് തന്നെ നടക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 8 മണിക്കൂറായപ്പോഴേ 5 ചുണ്ടൻകടലയും അതിൻ്റെ വൈറ്റമിനുകളും കാൽസ്യമൊക്കെ കൊടുത്തൊക്കെ പ്രാവശ്യമല്ലോ കിട്ടും. പിറ്റൊന്ന് നമുക്കൊരു ഉച്ചയ്ക്ക് 1 മണിക്കുള്ളൊരു വെയിൽ, 12 മണി തൊട്ട് 1 മണി വരെയുള്ള വെയിൽ കൊടുക്കാം. വെയിൽ കൊടുത്ത് പിറ്റൊന്ന് 8 മണിക്കൂർ പറഞ്ഞിരിക്കും. പിറ്റൊന്ന് ആ പ്രാവിനൊരു 3 മണിക്ക് വിട്ടു, വീണ്ടും സമയം കുറച്ച് 3 മണിക്ക് വിട്ടിട്ട് 7 മണിക്ക് ഇറക്കണം. 7-7:30 ആകുമ്പോൾ ഇറക്കണം. അതിനെയാണ് ഞാൻ പ്രാവിനെ ചുറ്റിപ്പ് വിട്ടിരിക്കുകയാണ്. വലിയ വീരവാദത്തിൽ പറയും ഞാൻ ചുറ്റിപ്പ് വിട്ടിരിക്കുകയാണ്. ഈ ചുറ്റിപ്പ് എങ്ങനെയാണെന്ന് തിരിച്ച് പറയാൻ ആ വ്യക്തിക്ക് അറിയില്ല. അത് ഞാൻ വെല്ലുവിളിയാണ്. അപ്പോൾ ചുറ്റിപ്പ് കൊടുത്തു. ചുറ്റിപ്പ് കൊടുത്തിട്ട് പ്രാവിൻ്റെ ആരോഗ്യം ആംബിയറെല്ലാം നോക്കി ചുറ്റൊന്ന് റെസ്റ്റാണ്. അപ്പോൾ 8 മണിക്കൂർ പറഞ്ഞിരിക്കുകയാണ് പ്രാവ്. 8 മണിക്കൂർ 10 മണി 10 മണി തൊട്ട് 7 മണി വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാവുകളെ നോക്കും. അതാണ് ഞാൻ വെല്ലുവിളിക്കണം. നിങ്ങളുടെ കൂട്ടിലെ പ്രാവിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവും, എൻ്റെ കൂട്ടിലെ പ്രാവിൻ്റെ കാര്യം എനിക്കറിയാം. ഇത് എല്ലാവരും പറയണം. ഞാനൊരു കൂട്ടിൽ ചെന്ന് ആ പ്രാവിനെ കണ്ടാൽ അതിൻ്റെ അപ്പനെ പറയും, എൻ്റെ അമ്മയെ പറയും, എൻ്റെ കുഞ്ഞമ്മയെ പറയും. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പവൻ്റെ മോതിരം വരെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരുത്തനും പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. വെല്ലുവിളിക്കുകയാണ്. ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. 1 പവൻ്റെ ഒരു മോതിരം ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിങ്ങൾ ഇത്രയും പ്രാവുകളെ കണ്ടുവല്ലോ. മുൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടു. ഇതിനെങ്ങനെ കുഞ്ഞിറങ്ങെടുക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഞാനല്ലേ പറഞ്ഞു ഇന്ന കളറിൽ ഇറങ്ങും, ഇതാ ഇതിൻ്റെ കുഞ്ചാണ്, ഇത് ഇപ്പം ഇരിക്കണ കുഞ്ഞുങ്ങളെ ഫോട്ടോ എടുത്തോളി എന്നെല്ലാം ഞാൻ പറഞ്ഞു. ഇവിടെ മുട്ട മാറ്റി വയ്ക്കുന്ന പരിപാടിയില്ല. കൂടുതലായിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ അടിച്ചു കയറുന്ന പരിപാടിയില്ല. അപ്പോൾ പിറ്റേന്ന് റെസ്റ്റ്. എൻ്റെ പ്രാവിനെ എനിക്കറിയാം. ഞാൻ ആ പ്രാവിനെ പിടിച്ച് 6 മണിക്ക് വിടും. ചിലപ്പോൾ അടി കിട്ടും. കാരണം എന്താ പറയുക, ഇന്നത്തെ പയ്യന്മാർ 10 മിനിറ്റ്, അരമണിക്കൂർ, 20 മണിക്കൂർ, 20 മിനിറ്റ് ഒക്കെ കയറ്റി പറത്തിയാണ് കൊണ്ടുവരണം. അപ്പോൾ ഈ 10 മണിക്ക് വിട്ട പ്രാവിന് 6 മണിക്ക് നമ്മുടെ 4 മണിക്കൂർ കയറിയിട്ടുണ്ട്. എൻ്റെ നിഗമനത്തിലെടുക്കുന്ന കുഞ്ഞ്, എൻ്റെ പ്രാവിൻ്റെ കുഞ്ഞ് രാത്രി 8 മണി കഴിഞ്ഞ് വിട്ടിട്ടാൽ തന്നെ തറയിൽ നോക്കും. അതുവരെ പറന്നുകൊണ്ട് 4 മണിക്കൂറാണ് കയറ്റി വിട്ടേക്കുന്നത്. പിറ്റേന്ന് റെസ്റ്റ്. പിന്നെ ഈ പറന്നിറങ്ങി, എൻ്റെ പ്രാവ് ഇത്രയും പറന്നു. ഇന്നൊരു 60 ചുണ്ടാൻകടല, ഒരു 5 ബദാം, പച്ചക്കപ്പലുണ്ട്, സൂര്യകാന്തി വിത്ത്, പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം, തേരേത്തമ്പഴം, ഇതെല്ലാം കൊടുക്കും. പിറ്റേന്ന് പ്രാവെടുത്ത് പറക്കും വേളയിൽ ചെന്ന്. സുഹൃത്തെ, പറന്നിറങ്ങണതിൻ്റെ അനുസരിച്ച് വെള്ളം അവരുള്ളോളം ആഹാരം കൊടുക്കണം. പറത്ത ദിവസങ്ങളിൽ കുറച്ച് ഫുഡ് കൊടുക്കുക, മാക്സിമം എത്രത്തോളം കുറച്ച് കൊടുക്കാൻ പറ്റും ആ രീതിയിൽ. പിറ്റേന്ന് റെസ്റ്റ്. രാവിലെ ഏൽപ്പിച്ച് കൊടുക്കണം. പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞതൊക്കെ വാരി കൊടുത്താൽ പ്രാവ് അത്രയും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വൈകിട്ട് വേഷ കൊടുക്കും. പിറ്റേന്ന് റെസ്റ്റ് അല്ലേ, രാവിലെ വേഷ കൊടുക്കണം. ഈ വേഷ കൊടുക്കണം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ആഹാരമല്ല, ആ ആഹാരം തന്നെ ഒരു അളവുണ്ട് കുറച്ച്. എന്നിട്ട് 12 മണി തൊട്ട് ഒരു 2 മണി വരെ വെയിലത്തിടും. വെയിലത്തിട്ടിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പ്രാവിന് ക്ഷീണമൊന്നുമില്ലെങ്കിൽ 1 മണിക്കൂർ കൂടെ കൊടുത്തിട്ട് അന്ന് വൈകിട്ട് സ്വല്പം ആഹാരം പിറ്റേന്ന് രാവിലെ നോക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു ഉള്ളവളം കൂടെ കൊടുത്തിട്ട് രാവിലെ പിടിച്ച് രാവിലെ ഇവിടെ കൊടുത്തിട്ട് ആ പ്രാവിനെ രാവിലെ 6 മണി തൊട്ട് 8:30 വരെ പറന്നിരിക്കുകയാണ്. ആ പ്രാവിനെ പിന്നെ വിടണം എപ്പോഴെന്ന് അറിയാം, 12 മണി. സുഹൃത്തെ, ആ പ്രാവിനെ 12 മണിക്കാണ് വിടുന്നത്. ഇവിടെ 14 മണിക്കൂർ പറന്നിരിക്കുകയാണ്.
അപ്പോൾ ഈ 14 മണിക്കൂർ നമുക്ക് കാണണ്ടേ? കാണുമല്ലോ. അപ്പോൾ 12 മണിക്ക് വിട്ടു ഈ പ്രാവിനെ നൈറ്റ് കയറ്റും. ഇത് വാഗൊണ്ടാണ് ഞാൻ പറയുന്നത് നൈറ്റ് കയറ്റണം. നൈറ്റ് കയറാൻ ചെങ്കുറപ്പുള്ള പ്രാവേ നൈറ്റ് കയറും. അല്ലാതെ ഇവർ വാഗൊണ്ട് ഇത്ര ലൈറ്റൊക്കെ കൊടുത്ത് എടുത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കാഞ്ഞിരക്കുളം സ്റ്റേഡിയം കണ്ടിട്ടുണ്ടല്ലോ, ഓടിയിട്ടുണ്ടല്ലോ. ആ സ്റ്റേഡിയം പകുതിയായ നിങ്ങൾ അതിൽ ഓടില്ല, അതിൻ്റെ പകുതിയായ ഓടില്ല. ഇതിൻ്റെ ഇവിധം കൂടെ നീളം കൂട്ടിയാൽ ഓടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രാവിന് ഓടിക്കൂടെ? ഇത് ഇപ്പോഴത്തെ പ്രാവ് വളർത്തുകാരാണ് ഈ പ്രാവിനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഈ 12 മണിക്ക് വിട്ട പ്രാവ് ഞങ്ങൾ രാത്രി 12 മണി 1 മണിക്കൊക്കെ ഇറങ്ങും. എന്നാൽ പ്രാവ് വംശത്തിലുണ്ട് തയ്യാറ് ക്ലിയർ ആണെങ്കിൽ 12 മണിക്ക് വിട്ടിട്ട് അവിടെ ഇരിക്കാനേ പറ്റൂ. പ്രാവ് നേരം വെളുത്ത്. എന്നാൽ 12 മണി വരെ ആ പ്രാവ് പറന്നാൽ പിറ്റേന്ന് റെസ്റ്റ് കൊടുത്ത് വേണ്ടതൊക്കെ ചെയ്ത്, അതിൻ്റെ പിറ്റേന്ന് റെസ്റ്റ് കൊടുത്ത് വേണ്ടതൊക്കെ ചെയ്ത്, അതിൻ്റെ പിറ്റേന്ന് ഒരു വേണമെങ്കിൽ ഒരു മണിക്ക് 2 മണിക്ക് വിടും. 2 മണിക്ക് വിട്ട് ഒരു 5-6 മണിയാകുമ്പോൾ ഇറക്കാൻ കിട്ടായി. പിന്നെ സമയമില്ലല്ലോ, നമുക്ക് പിള്ളേരേക്ക് വേലയ്ക്ക് പോകണം, കൂലിക്ക് പോകണം. ഇങ്ങനെ പിന്നെ പന്തയത്തിൻ്റെ ഡേറ്റ് വരെയാണ്. ആ ഡേറ്റിൻ്റെ ഒരു 3 ടേണിന് മുമ്പ് 2 ചുറ്റിപ്പേ കൊടുക്കും, ചെറിയ ചുറ്റിപ്പേ കൊടുക്കും. പന്തയത്തിന് വിളിച്ചു വിടും, വിട്ടിട്ട് നമുക്ക് ധൈര്യമാണ് താഴെ ഇരിക്കണം. അതാണ് ഞാൻ പറയുന്നത്, 3 പറവയെങ്കിലും ഫുള്ളായിട്ട് കാണാതെ പന്തയത്തിന് സെലക്ഷൻ ചെയ്യണം. പിന്നെ ഇത് എന്തൊക്കെ ചെയ്താലും പന്തയത്തിൻ്റെ അന്ന് ഭാഗ്യമുണ്ടെങ്കിൽ പറക്കും, ഭാഗ്യമല്ലെങ്കിൽ അപ്പുറത്ത് പണിയാണ്. ഇനി ഇന്നത്തെ പുതിയ വളർത്തുകാരുടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും പ്രാവ് വിട്ട് 10 മിനിറ്റിന് മുമ്പ് എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ എഴിച്ച് നിന്ന് വൈകുന്നേരം പറന്ന പ്രാവിന് പറ്റിയത് നിങ്ങൾ ചെയ്ത തെറ്റാണ്. ഇവിടെ പലരും പറയുന്നുണ്ട്, ഇവിടെ അവിടെ ചെന്ന് ഇറങ്ങി പന്തയം ചാൻസായി, പ്രാവ് ഇറങ്ങിയത് രാത്രി 8 മണി. ഇവിടെ അവിടെ ചെന്ന് ഇറങ്ങി പ്രാവ് ഇറങ്ങിയത് 12 മണിക്ക്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയില്ല. പന്തയത്തിൻ്റെ അന്ന് തോനെ പറക്കട്ടെന്ന് പറഞ്ഞാണ് കൊക്കറ നിറച്ച് കയറ്റിയിട്ട് പ്രാവ് സീരിയൽ ഇങ്ങനെ എടുത്ത് വിടുമ്പോൾ പ്രാവ് എവിടെയും കിടക്കുന്നത് ബന്ധവനാണ്. അവിടെ നിന്ന് ഒന്നീ കാക്ക അടിച്ച് താഴെയിട്ട് കൊത്തി അങ്ങ് തിരിഞ്ഞു. പിന്നെ ചില പ്രാക്കൾ ഏതെങ്കിലും ടെറസിൻ്റെ മണ്ടയിൽ ഇരുന്നിട്ട് കക്കി ഇതെല്ലാം കളഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ കിടക്കണ ഓട വെള്ളം എല്ലാം കുടിച്ചൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് അടിച്ച് നിന്ന് പറക്കും, രാത്രി ഇറങ്ങും. ഈ കൊടുക്കുന്ന പയ്യന്മാർ ചിന്തിക്കണില്ല, ഞാൻ വേറെ കുറച്ച് ആഹാരം കഴിച്ചാൽ ഓടാൻ പറ്റും. അപ്പോഴേ പൊന്നു പ്രേക്ഷകരെ, റെസ്റ്റിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാവിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. പന്തയത്തിൻ്റെ തലേ ദിവസം ആഹാരം കുറയ്ക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ മരണ വീഡിയോകളിൽ പറയും. രാവിലെ കഴിയണതും ആഹാരം കൊടുക്കേണ്ട കാര്യമില്ല. 5 മണിക്കുണ്ടാക്കണല്ലേ, ഒരു ബദാമോ പിന്നെ ഇത്തിരി വെള്ളവും ഒക്കെ കൊടുക്കണം. പിന്നെ തേന് കൊടുക്കണം, ചാരയും കൊടുക്കണം. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആക്ഷേപിച്ചവരൊക്കെ ഇത് പരീക്ഷിച്ചിട്ടുള്ളവരാണ്. ഈ ആക്ഷേപിച്ചവരൊക്കെ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, 30 വയസ്സിന് താഴെയുള്ളവരാണ് എന്നെ പല രീതിയിലും വിഷമിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മോശമായ കമൻറ്റുകൾ ഇടുകയും. അത് അവരുടെ വളർന്നു വന്ന ചുറ്റുപാടാണ്. നല്ല പശ്ചാത്തലത്തിൽ വളർന്നവർ നല്ല സംസ്കാരത്തോടെ സംസാരിക്കുകയും. അതുപോലെ പ്രാവ് പറത്തലിൻ്റെ നല്ല വംശത്തിലുള്ള പ്രാവ് കുഞ്ച് കിട്ടിയാൽ ആ പ്രാവ് കുഞ്ചിന് പറക്കാനറിയാം. അതിന് നമ്മൾ ട്രെയിനറുടെ കഴിവിലാണ് പ്രാവ് പറക്കുന്നത്. അതുപോലെ നമ്മൾ പ്രാവ് പറത്തുമ്പോൾ ഏത് ഡ്രസ്സ് ധരിക്കണം, നമ്മൾ എന്തൊക്കെ പാലിക്കണം, ഒരു പുതിയ കുഞ്ച് പറത്തിയിട്ട് വെട്ടിടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ പുതിയ കുഞ്ചിനെ എപ്പോൾ പറത്തണം. ഞാൻ മുമ്പ് പുതിയ കുഞ്ചിനെ വൈകിട്ട് 5 മണിക്കൊക്കെ പറത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ കുട്ടിയൊക്കെ ചീത്ത വിളിച്ചിട്ട് ഒരുപാട് കമൻ്റ് ഇട്ട ആളുകളുണ്ട്. ഈ പുതിയ കുഞ്ചിനെ 5 മണിക്കൊക്കെ പറത്തുമ്പോൾ കുഞ്ച് വേറെ എവിടെത്തുമ്പോൾ ഇരിക്കാൻ നോക്കില്ല. കാരണം ഈ കൂടെ പോണ പ്രാവ് ഇറങ്ങുന്നുണ്ട്, അവിടെ ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങും. പക്ഷേ പുതിയ രാവിലെ നിങ്ങൾ പറത്തുമ്പോൾ അവിടെ ചെന്നിറങ്ങി അവിടെ നിന്ന് കാക്ക അടിച്ച് അപ്പുറത്ത് അപ്പുറത്തുനിന്ന് കാക്ക അടിച്ച് ഇവിടെ പോയി വൈകിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ഇതിൻ്റെ ഈ എല്ലെല്ലാം നെടുവി യശയെല്ലാം നെടുവി വന്നു ചേരും. പിന്നെ അത് പിന്നെ പിറ്റേ വർഷത്തേക്കായിട്ട് അനുഭവിക്കും. അതുകൊണ്ട് മെമ്മറി പവറും ഇനവും വംശവും തമരുമൊത്ത പ്രാവിനെ കുഞ്ഞെടുക്കുക. അങ്ങനെ എടുത്ത കുഞ്ഞുങ്ങളുടെ പലരും പറത്തി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്രൗണ്ടടുത്ത് പഴഞ്ചിറ നവാസ്
23 മണിക്കൂർ 40 മിനിറ്റ് ആദ്യമായി പറത്തിയത് പുള്ളിക്കാരൻ. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ എൻ്റെ അങ്ങ വർഷം 25 മണിക്കൂറിന് വെളിയിൽ വള്ളക്കടവ് റാസി പറത്തി. ആ 25 മണിക്കൂർ ചില്ലറ മിനിറ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ണൂരിൽ ലോക റെക്കോർഡ് 33 മണിക്കൂർ 28 മിനിറ്റായിട്ടാണ് ഇബ്രാഹിം കുഞ്ഞു. അയാൾ അത്രയും അധ്വാനിച്ചിട്ടുണ്ട്. ആ പ്രാവിൻ്റെ അധ്വാനിച്ചാലേ അത്രയും ടൈം പറപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം പറപ്പിക്കണമെങ്കിൽ അയാൾ എത്ര രാത്രി മെനക്കെട്ടു. അതിൽ വേറെ ഒന്നും വേണ്ട. ഈ 18-10 പറന്ന പ്രാവ് 25 മണിക്കൂറിന് 20 മിനിറ്റിന് വെളിയിൽ 2 പറവ കണ്ട പ്രാവ്, 2-3 പറവ കണ്ട പ്രാവാണ്. യവനെ ഇട്ട് എല്ലാവരും കൂടെ ഇളക്കി അങ്ങ് വെട്ടിടിക്കും. വെട്ടിട്ട് നിർബന്ധിച്ചാണ് ആ കുഞ്ചിനെ ഇറക്കി. എൻ്റെ കൂട്ടിൽ ഏറ്റവും കൂടുതൽ വംശം എടുത്തിട്ടാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ല, അതിൻ്റെ പരമ്പരകളാണ് എൻ്റെ കൂടെ പറന്ന് കാണിച്ചിട്ടുള്ളത്. ആ പരമ്പരയാണ്. പക്ഷെ കളർ മാറുന്നത് ഈ പെട്ടകളെ പരസ്പരം മാറ്റുമ്പോൾ കളറുകൾ മാറി വരും. അതാണ് കളർ നോക്കിയോ കണ്ണ് നോക്കിയോ ചുണ്ട് നോക്കിയോ പ്രാവ് സെറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ കുഞ്ചിനെ ഇങ്ങനെ പറത്തി ശീലിപ്പിച്ച് ഈ തനത് വർഷത്ത് നല്ല പറവ കാഴ്ചവെക്കുന്ന പ്രാവ് 3-ാം വർഷം തൊട്ട് പറവയിലാവും. ഒരിക്കലും ഒരു കുഞ്ചെടുത്ത് ആ വർഷത്ത് ഒരു 18 മുകളിൽ പറത്തി കാണിച്ചു. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ എടുത്ത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിട്ട് ഫസ്റ്റ് ടൂർണമെന്റ് വിട്ടെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ടൈം കാഴ്ച വെക്കണമെന്നില്ല. 3-ാം വർഷം തൊട്ട് നല്ല ടൈം കാഴ്ച. അപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് ബ്രീഡിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ? അത് നമ്മളിവിടെ പന്തയം വിടുന്ന പ്രാവിനൊന്നും ബ്രീഡ് ചെയ്യലില്ല. 1-ന് 7 വയസ്സ്, 3-എണ്ണത്തിന് 7 വയസ്സായി, 6 വർഷം പറന്നു, അതിന് പെട്ട ഇട്ടിട്ടില്ല. ഓക്കെ. അപ്പം ഈ പറത്തുന്ന പ്രാവിനെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനെ അല്ലാതെ നടത്തിയിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാണ് നല്ലത്. കാരണം അത് ഈ പലർക്കും പല പ്രാവുകളും സെറ്റാവാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഞങ്ങൾക്കൂടെ ഇഷ്ടം പോലെ ജോഡി കണ്ടില്ല. എല്ലാത്തിൻ്റെയും കുഞ്ച് പറന്ന് കണ്ടിട്ടുള്ള സെറ്റുകളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ വരണവരേക്ക് പ്രാവ് ഇതായില്ലേ, ഇത് അക്കോറി തീർന്ന പ്രാവ് അറ്റാച്ച എടുത്തോണ്ട് സെറ്റ് ചെയ്തേക്കും. അഴുക്കും പെരണ്ട് ചെമ്മണ്ണ് പെരണ്ടൊക്കെ അല്ലേ എൻ്റെ പ്രാക്കൾ കിടക്കും. അങ്ങനെയല്ല, പ്രാവ് പറക്കും. 3-ാം വർഷം തൊട്ടേ പ്രാവ് നല്ല പറവ. അപ്പോഴേ പ്രാവിന് കറക്റ്റ് അറിവും ബോഡി ഫിറ്റ്നസ്സും ഒക്കെ വരും. ഇപ്പോൾ കണ്ണൂരിനെ ഷാബി പറത്തിയിരിക്കുന്നത് 3-ാം വർഷത്താണ്. ആദ്യത്തെ വർഷം 13 ചില്ലറ, 2-ാമത്തെ വർഷം 14 അടുപ്പിച്ചായിട്ടാണെന്ന് തോന്നുന്നു. പ്രൈസൊക്കെ ഉണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴാണ് 25 ചില്ലറ പറത്തി കണ്ട പ്രാവാണ് 18 ചില്ലറ. പിന്നെ അതുപോലെ എപ്പോഴെങ്കിലും ഞാൻ 13 പറത്തിയിട്ടുണ്ട്, 12 പറത്തിയിട്ടുണ്ട്. അതിനടയാളമാണ് ഇത്. 93-ല് ഞാൻ 13 മണിക്കൂറിന് മുകളിൽ പറത്തിയ എൻ്റെ ദളപതി അനന്ത പത്മനാഭൻ നാടാർ സ്മാരക പ്രാവ് പറത്തൽ രജിസ്ട്രേഷനായ വർഷം എന്നെ ദൃശ്യയിൽ വെച്ച് ആദരിച്ച മൊമെൻ്റമാണ് ഇത്. 15 വർഷം മുമ്പ്. 15 വർഷം. അപ്പോൾ ഇതിപ്പോൾ 5-6 വർഷമായിട്ട്. 6 വർഷം മുമ്പ്. 6 വർഷത്തിന് മുമ്പ്, 15 വർഷം മുമ്പ് പറത്തിയ. അപ്പോൾ 21 വർഷം. പക്ഷെ അതിന് വീണ്ടും ഒരു 5 വർഷം കുറവ്. 93-94 ഘട്ടത്തിലാണ് ഞാനിത് പറത്തുന്നത്. അപ്പോഴേ ഇവിടെ പലരും ചോദിച്ചിട്ടുണ്ട് പറത്തിയിട്ടുണ്ടോ. ഞാൻ അന്ന് ഈ വിവാദമായിട്ടും ഇതൊന്നും കാണിച്ചില്ല. ഇപ്പൊ സിറ്റിയിലൊന്ന് ഉള്ളൂർ മോഹനൻ ഒരു സംശയം. ആശാൻ പറത്തിയിട്ടുണ്ട്. ഷാൻ പറയുന്നു പറത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റെക്കോർഡ് കാണുന്നു. ആ റെക്കോർഡ് കാണിച്ചു. അപ്പോഴേ ഈ ഫോട്ടോ അയാൾ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു ആർക്കും പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞാൻ അധ്വാനിച്ചാണ് പ്രാവ് വളർത്തുന്നത്. ഞാൻ അവരുടെ ആരുടെടുത്തും പ്രാവ് വാങ്ങിയിട്ടില്ല. അവരുടെ ആരുടെയും പ്രാവിൻ്റെ പറന്നിട്ടില്ല. അങ്ങനെ ഈ റെക്കോർഡ് ഇപ്പോൾ 2-3 പേര് കൂടെ വന്ന് ഫോട്ടോ എടുത്തോണ്ട് ഇങ്ങനെ കാണിക്കുന്ന അവരുടെ ഒരു സ്വഭാവം മനസ്സിലാക്കും. അവർ ചിലപ്പോൾ പൈസ കൊടുത്ത് ഈ വർഷം പറത്തി കാണിച്ചു കാണും, അടുത്ത വർഷം അത് പറക്കില്ല. എൻ്റെ ഇവിടെ 6-ാം വർഷത്തും പ്രാവ് ഫുള്ള് പറക്കുകയാണ്. എനിക്ക് പിന്നെ പറത്തി കാണിക്കേണ്ട സാഹചര്യങ്ങളില്ല. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ വർഷം തൊട്ട് കണ്ണ് കാഴ്ചയില്ല, കേൾവി കുറവ്. പിന്നെ ഞാൻ വെളിയിലൊന്ന് പ്രാവ് കൊണ്ടുവന്നിട്ടില്ലേ എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റിൻ സാറിൻ്റെ പ്രാവ് വാലിക്കറുപ്പ് ലൈനിൻ്റെ അയാളാണ്. പിന്നെ ഷാനിൻ്റെ ഇതൊന്ന് ഞാനൊരു കീരി കയറപ്പെട്ട കൊണ്ടുവന്ന് കുഞ്ചെടുത്ത് എൻ്റെ ഒരു ഫുള്ളാ പറത്തി കണ്ടു. അവൻ കളയായിട്ടിരുന്ന വെട്ടയാണ്. തിരിച്ച് ആ പെട്ടായിരം കുഞ്ച് അവനെടുത്ത് കൊടുത്ത് അവൻ്റെയിലും പറന്നു, അവൻ്റെ കൂട്ടുകാരൻ്റെയിലും പറന്നു. ഇത് അവർ പറയുന്നതാണ്, ഞാൻ ചെന്നിരുന്ന് പറയാനൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ആ തള്ളയും തിരിച്ചു കൊടുത്തു. തിരിച്ച് അതിൻ്റെ തള്ളയെ എനിക്ക് തന്നു. പക്ഷേ എൻ്റെ ഇരുന്നത് പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഷാൻ. കാരണം പ്രാവ് ലോകത്തെ എന്നെ ആദ്യം ആദരിക്കുന്നതും
സദസ്യരുടെ മുമ്പ്, ഈ കാഞ്ഞിരംകുളത്ത് എന്നെ ആക്ഷേപിച്ചവരുടെ മുമ്പ് കൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിയതും കാഞ്ഞിരംകുളം ഗണപതി അനന്തപത്മനാഭൻ നാടാർ പ്രാവ് പറത്തലിലെ ഷാനാണ് എന്നെ പരസ്യം. ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ പ്രാവ് കണ്ടു. അതുകൊണ്ട് പ്രാവ് കുഞ്ച് പറത്തി ഇറക്കി കഴിയാൻ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ട്. ആഹാരം കൊടുത്തെന്ന് പറഞ്ഞ് പ്രാവ് പറക്കൂല. അത് എപ്പോൾ കൊടുക്കണം, ഏത് പ്രാവിന് കൊടുക്കണം, എത്ര ടൈം ആകുമ്പോൾ കൊടുക്കണം. അതുപോലെ ചിലവർ പ്രാവ് ചിറവ് പറഞ്ഞതിന് ചടങ്ങ്, അല്ലെങ്കിൽ അതിന് വിദഗ്ധന്മാരായ ആളുകളെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രാവ് പറത്തലിൽ ഞാൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പ്രൈസ് വാങ്ങിക്കണമെന്ന്, പ്രൈസ് വേണമെന്ന് ഉള്ള വാശിയിൽ ഞാൻ ഇന്ന് വരെ പ്രാവ് കൊടുത്തിട്ടില്ല. സിറ്റിക്കകത്ത് കാഞ്ഞിരംകുളത്ത് ഒരിക്കലും ഞാൻ ഇത്ര പറത്തി കാണിക്കും, എനിക്ക് പ്രൈസ് വേണം, എനിക്ക് പ്രൈസ് കിട്ടിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സംഘടന വളരണം, കൊഴിഞ്ഞു പോവാതെ സംഘടന വളരണം. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. റെയിൻബോ എന്നെ എല്ലാ വർഷവും വിളിക്കും, വിക്ടറി പ്ലേയേഴ്സ് എല്ലാം വിളിക്കും, SM പൂന്തറ എല്ലാ വർഷവും വിളിക്കും, ഇത്തവണയും വിളിച്ചു. പ്രമുഖ വ്യക്തികളെ കൂടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് പ്രാവിലാണ്. അല്ലാതെ ചിലവർ പറയുമ്പോൾ അങ്ങേര് പറത്തിയിട്ടുണ്ട്, എന്തൊരു ചെയ്തിട്ടുണ്ട്. പെണ്ണ് കെട്ടിയവരേക്ക് മക്കളുണ്ടാവണില്ല, അങ്ങേര് ജോലി ചെയ്യാത്തതുകൊണ്ടാണ് മക്കളുണ്ടാകാത്തത്. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നവൻ ഒരുപാട് സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റണില്ല. അതൊക്കെ ഒരു തലവിധിയാണ്. അതുകൊണ്ട് എനിക്ക് പ്രൈസ് ഇല്ല, ഞാൻ പ്രാവ് നിർത്താൻ പോവുകയാണ്. അതൊക്കെ തീരുത്തും. പ്രാവ് എണ്ണം കൂടുമ്പോൾ മുഷിച്ചിലുണ്ടാകും. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, 2 കുഞ്ചെടുത്താൽ ഇങ്ങനെ വേണം പറത്താൻ. വൈകിട്ട് തൊട്ട് പറത്തി ഇറക്കി 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 ശീലിപ്പിച്ച് കൊണ്ടുവന്നാലേ കുഞ്ഞ് പറക്കും. അത് വംശവും തമരും ഒത്തതിൻ്റെ കുഞ്ചായിരിക്കണം. കണ്ണിൽ ചിലവർ പറയുന്നുണ്ട്, ഞാനത് ആരെയും ആക്ഷേപിക്കുന്നതല്ല, ഇത്ര റിങ്ങുണ്ട്, ഹെഡ് റിങ്ങുണ്ട്, ആ റിങ്ങുണ്ട്, ഈ റിങ്ങുണ്ട് എന്നൊക്കെ കാണിക്കും. അങ്ങനെയൊന്നും അല്ല. പ്രാവിനെ കയ്യിലെടുത്ത് നോക്കുന്നവൻ പ്രാവ് വളർത്തുകാരനല്ല. ഇത് എൻ്റെ ഉറച്ച വിശ്വാസം. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ അതാണ് പറഞ്ഞത്. അതാണ് ചാക്കെ ശ്രീനിവാസ പണിക്കര് പാർവതി പുത്തനാറ്റിൽ പൊളിഞ്ഞു കിടന്ന വള്ളത്തിൽ പ്രാവ് പറത്തി ഇറക്കണ കണ്ടുകൊണ്ടാണ് ഞാൻ പന്തയത്തിലോട്ട് പേര് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രഗത്ഭന്മാരായ പ്രാവ് വളർത്തുകാർ സിറ്റിക്കകത്ത് ജീവിച്ചിരുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇന്ന് ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നു. ഈ കാഞ്ഞിരംകുളത്ത് കുറച്ച് ദൂരം, ഈ പണ്ട് ഞാനത് പറയുന്നില്ല എങ്കിലും ഞാൻ ഇപ്പം പറയാം, ഇത് പറയാം. പ്രാവ് പറന്നില്ലെങ്കിൽ അതിനെ കാലടിച്ചൊടിക്കുക, നഗറ് വെട്ടുക. ഒരു പറവ പറക്കുകയും ആ പറവയെ എങ്ങനെ ഇല്ലാതാക്കാം, അവൻ്റെ പ്രാവ് പൊങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആ പ്രാവിനെ പിടിക്കാം. ഈ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രാവിൻ്റെ പറവയാണ് പോണത്. ചിലപ്പോൾ നിങ്ങൾ അതിനെ പിടിക്കാൻ പറ്റിയിടുമ്പോൾ നിങ്ങളെ പ്രാവ് ഇറങ്ങും. അത് പറന്ന് അവൻ്റെ വീട്ടിൽ പോയിട്ട് പറന്നുകൊണ്ടിരിക്കുക. അത് തിരിഞ്ഞു നോക്കും. പിന്നെ ഞാനിവിടെ അങ്ങനെ വലുതായിട്ടൊന്നും കൂടുകളിൽ പോകാറില്ല. ഷാനിൻ്റെ കൂട്ടിൽ 1-2 ദിവസം പോയി വേറെ ഒരു ആവശ്യമില്ല. ഇവിടെ ഞാൻ കണ്ടതിൽ ഷാനിൻ്റെ ഒരു പ്രാവുണ്ട്. പിന്നെ എന്നെപ്പോലെ തന്നെ സാഹചര്യങ്ങൾ, എനിക്ക് വയസ്സായ സാഹചര്യവും അവന് ജോലി സംബന്ധമായ കാര്യങ്ങൾ അതുണ്ട്. ഇനി എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഈ ഹൃദയത്തിനകത്ത് ഷാനിനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുദോഷങ്ങളും പ്രയാസങ്ങളും പല പല സ്ഥലങ്ങളിലും പ്രാവ് കൊണ്ടുപോകാൻ വന്നിട്ടും എന്നെ ആരും അറിയപ്പെട്ടില്ല. ഷാനും കൂട്ടുകാരുമാണ് ദൃശ്യ ഓഡിറ്റോറിയത്തിൽ കൂടി ഞാൻ പുറത്ത് വന്നത്. ആ പുറത്ത് വന്നതിൻ്റെ പേരിൽ ആ സംഘടനയുടെ കീഴിൽ തന്നെ ഒരുപാട് വിഷമവും അവരെന്നെ അനുഭവിപ്പിച്ചു. അതിന് ഷാന് പങ്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. അത് എന്നെ പരസ്യമായി കരുതി വെച്ച ഒരു സംഭവമാണ്. പരസ്യമായി അത് ഭയങ്കരമായ വേദനയുണ്ട് എനിക്ക്. അതിൽ അവരോടാരോടും എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം പ്രാവ് വളർത്തി പറത്തിയ വേദന ഇവരാരും അനുഭവിച്ചിട്ടില്ല. എന്നെ അവരെ പരസ്യമായി വിളിച്ച് അവഹേളിച്ചയച്ച ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ അത് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇനി ഞാൻ 1-2 വർഷം കൂടെ ജീവിച്ചിരിക്കും. അതൊന്ന് 5 പേരെ അറിയിക്കാതെ ഞാൻ മരിച്ചാൽ, ഒരുപാട് പേര് അറിഞ്ഞു. ആ കളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങിപ്പോയി. ചിലപ്പോൾ ഈ യൂട്യൂബ് പിടിക്കണം നിങ്ങളും അതറിഞ്ഞിരിക്കും. പരസ്യമായി എന്നെ വിളിച്ച് അധിക്ഷേപിച്ചയച്ചു. അതുകൊണ്ട്
പ്രാവ് പറത്തലിൽ ഒരുപാട് വേദന എനിക്കുണ്ടായിട്ടുണ്ട്. ഇനിയും പ്രാവ് പറത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പ്രൈസിന് എനിക്ക് ആഗ്രഹമില്ല. പ്രൈസ് ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ഷാൻ തന്ന പ്രൈസ് 1 മിനിറ്റ് ഞാൻ കാണിച്ചില്ല. കഴിഞ്ഞതിൻ്റെ വർഷം ഷാനും കൂട്ടുകാരൻ GNM-ൽ 12 മണിക്കൂർ 9 മിനിറ്റ് പറഞ്ഞതിന് എനിക്ക് തന്ന പ്രൈസാണ് അത്. ചില ഇതിൻ്റെ പ്രൈസും ഉണ്ട്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കണം, നമുക്കെടുക്കാം. അപ്പോഴേ GNM പറവയിൽ ഇങ്ങനെ പറഞ്ഞതാണിത്. പക്ഷേ ഇത് അപ്പോഴവർ തരാൻ വിസമ്മതിച്ചെങ്കിലും ആ സദസ്സിൽ വെച്ച് തരാതെ അവരെൻ്റെ വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നാണ് തന്നത്. ഇതുപോലെ ഒരുപാട് പ്രൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, നമുക്കെടുക്കാം. അപ്പോഴേ ഈ 13 മണിക്കൂർ എപ്പോഴെങ്കിലും പറത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവിതാണ്. മനസ്സിന് ഭയങ്കരമായ വേദനയുണ്ട് ഇപ്പോൾ കാണിക്കുന്നത്. കൊച്ചു പിള്ളേരെ ആക്ഷേപിച്ചത് കൊണ്ടാണ് ഇത് പുറത്ത് കാണിക്കുക. നല്ല വളർത്തുകാരും കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാഞ്ഞിരംകുളത്ത് കുറേ ആൾക്കാർ വെല്ലുവിളിച്ചിരുന്നു. വെണ്ടർ പ്രാവ് വളർത്തിയിട്ടില്ല, എഡിസൺ സാറ് പ്രാവ് വളർത്തിയിട്ടില്ല, അങ്ങനെയല്ല. അപ്പോഴവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാഞ്ഞിരംകുളത്തുനിന്ന് പഴയടയിലോട്ട് പോകണെടുത്ത് പുറത്തിവിള ജംഗ്ഷനിൽ നിന്ന് മാങ്കൂട്ടത്തോട്ട് പോകണെടുത്ത് ഒരു 300 മീറ്റർ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇടതുവശത്താണ് വെണ്ടറും കുടുംബങ്ങളും ഒക്കെ താമസിക്കുന്നത്. അവരുടെ മകൻ ഇപ്പോഴും മുദ്രപത്രങ്ങൾ വിൽക്കുന്ന കട ഇട്ടിട്ടുണ്ട്. പിന്നീടാണ് ആളുകൾ തണുത്തത്. അതുവരെ അവർക്ക് സംശയമായിരുന്നു. പക്ഷേ നമ്മളിവിടുത്തെ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവനെ കരുതേച്ച് കാണിക്കാൻ ചെകഞ്ഞ തിരക്കും. ഇപ്പോൾ പുസ്തകം എഴുതിയപ്പോഴും വളക്കാരൻ കുട്ടപ്പ എന്നൊരാൾ ജീവിച്ചിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ലെനിൻ്റെ അച്ഛൻ ജനതാ ഹോട്ടൽ നടത്തിയിരുന്ന ചെല്ലപ്പൻ സഹാബ് ജീവിച്ചിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് പുസ്തകം ഇറങ്ങി. അപ്പോൾ അതൊരു അവഹേളനം. അവിടെ പ്രാവ് പറത്തലിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെറുതിലേ നമ്മൾ കൊച്ചു കുട്ടികളെ നേഴ്സറിയിൽ വിടും പോലെ പറത്തിയെടുത്ത് വന്നാലേ പ്രാവ് പറത്താൻ പറ്റും. ഓക്കെ അച്ഛനെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെന്ത് മുകളിലോട്ട് ഇനി ഉണ്ട്. ഇനി വന്നിട്ട് നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരു വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ട്, സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് പോകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ട്രെയിനിങ് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാവും. എന്നിട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പറയാവുന്നതാണ്. അപ്പോഴേ ഇതിൽ ഞാൻ പിന്നീട് ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞു. അത് ചില വീഡിയോ കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ലൈറ്റിൻ്റെ കാര്യം നിങ്ങൾ കുഞ്ച് പറന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഹാലജൻ ലൈറ്റുകളോ എല്ലാം കൂടെ ഇട്ടാൽ ആ കുഞ്ച് പേടിച്ച് പോയി എവിടെയെങ്കിലും ഇറങ്ങും. ആ ലൈറ്റുകളൊന്നും പ്രകാശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഈ കുഞ്ചിനെ തുറന്നു വിട്ട് തിന്നാൻ കൊടുത്ത് ശീലിപ്പിച്ച ലൈറ്റ് ഇട്ടിട്ടാണ് വെട്ടിനെ തുറന്നു വിടാൻ ഞാൻ പറയുന്നത്. തട്ടിലെ ലൈറ്റ് ഇട്ടിട്ട്, തട്ടിലെ ലൈറ്റ്, പ്രാവിരിക്കുന്ന സ്ഥലത്തുള്ള ലൈറ്റ്. അതാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ചിലവരേക്ക് മനസ്സിലാകും. മറ്റൊരു ലൈറ്റ് വിടരുത്. ആ കുഞ്ച് ഈ സ്ഥലം കാണാൻ പറ്റാത്തതുകൊണ്ട് ഈ വെട്ടിൻ്റെ പുറത്ത് തന്നെ ഇറങ്ങും. ഈ കുഞ്ചിന് ഇവിടെ ഇറങ്ങി കളിച്ച് ചിരിച്ച് വളർന്ന് തിന്ന് ഈ ലൈറ്റിൻ്റെ പ്രകാശം ആ കുഞ്ചിനറിയാം. മറ്റേ ലൈറ്റ് ഇട്ടാൽ പ്രാവ് കുഞ്ച് പേടിച്ച്. അതാണ് ലൈറ്റിൽ ഇണക്കി എടുക്കണം. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയുകയാണ്, പ്രാവിൽ തികഞ്ഞവൻ ഒരുത്തനുമില്ല. ഈ 65 കൊല്ലം കൊണ്ട് ഞാൻ വളർത്തിയിട്ട് എനിക്ക് പ്രാവിനെ പറ്റി പിടിയിട്ടില്ല. ഇത്രയുള്ള ഒരു അപ്രാണി, ഒരു ഗോകർണം, കൂരവും കമ്പമ്പുല്ലും 3 കപ്പലണ്ടിയും കൊടുക്കണ പ്രാവ് ഇത്രയും ടൈം പറക്കണം എന്ന് പറയുമ്പോൾ, ആദ്യത്തെ വീഡിയോ ഇറങ്ങിയപ്പോൾ PT ഉഷ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടാണ് 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോഴേ പ്രാവ് ചെമരത്തിരിക്കണം. അത് ഞാൻ പറഞ്ഞു വരാം. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറത്തി ഇറക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെ ആഹാര ചിട്ട ഇപ്പം എത്ര മണിക്ക് തിന്നാൻ കൊടുക്കും. ഇപ്പം നിങ്ങൾ ഇന്ന് 7 മണിക്ക് കൊടുത്ത് നാളെ 8 മണിക്ക് കൊടുത്ത് ആ പ്രാവ് പറവയിൽ വരില്ല. എന്നെ വിടുന്നത് ഇതിനാണ് എന്ന് അതിന് ബോധ്യം വരണം. പറക്കുന്ന പ്രാവിന് ബോധ്യം വരണം. ഇപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ ആളൊന്നും ജീവിച്ചിരിക്കണം, എന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. ആ ആൾ വിളിച്ച് ചോദിച്ചു, ആശാനെ ഒരു പ്രാവ് രാത്രി 2 മണി 1 മണി വരെ പറന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്. അതിലിങ്ങനെ പില്ലർ നാട്ടിയിട്ടുണ്ട്, ലൈറ്റ്. ഈ പില്ലറിൽ ചെന്ന് ഇറങ്ങിയിട്ട് പിറ്റൊന്ന് വരും. കുറേ കഴിഞ്ഞ് വരും. കുറേ കഴിഞ്ഞ് വരുമല്ലേ? ഈ പില്ലർ എത്ര മീറ്റർ ദൂരം വരും?
ഒരു 10-300 മീറ്റർ വരും. അപ്പോൾ നമുക്കിവിടെ 50 മീറ്ററാണ് വേണ്ടത്. നിയമം 50 മീറ്റർ. ഞാൻ പറഞ്ഞു സാർ ഇനി പ്രശ്നം എന്നാന്ന് അങ്ങനെ ഇറങ്ങുമെങ്കിൽ വിളിക്കുക. എന്നെ 12 മണി രാത്രി 1 മണിക്കൊക്കെയാണ് എന്നെ ആളുകൾ വിളിക്കുന്നത്. ഞാൻ മൊബൈൽ ആപ്പ് ചെയ്ത് വെച്ചിട്ട് കിടന്ന ദിവസം ഒരു ദിവസം വിളിച്ച് ആശാൻ ഇങ്ങനെയാണ്, പ്രാവിഞ്ഞ് വന്നാ സാറേ? വന്നില്ല സാറേ. വന്ന ഉടൻ പിടിച്ച് വെള്ളവും കൊടുക്കരുത്, ആഹാരവും കൊടുക്കരുത്, കൂട്ടിലടച്ചു. അപ്പോൾ പ്രാവ് ചത്തുപോയില്ല. ഒരിക്കൽ പേര് സാറേ പ്രാവ് കൂട്ടിലടച്ചേക്കണം, നാളെ 12 മണിക്ക് എടുത്ത് വിടണം, വെള്ളവും ഫുഡൊന്നും കൊടുക്കാതെ എടുത്തു വിടണം. അന്നും ചെന്ന് അവിടെ ഇറങ്ങും, ഇറങ്ങിയിട്ട് വരുമായിരിക്കും. അന്നും കൊടുക്കരുത് ആഹാരം. 4 ദിവസം ആഹാരവും വെള്ളവും കൊടുക്കാതെ ആയപ്പോൾ പ്രാവ് കറക്റ്റായിട്ട് പറമ്പ് കറക്റ്റായിട്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവിടെ വെള്ളം പിടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഫോണിൽ ആണിച്ചത് സംസാരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാൻ പറഞ്ഞ് വെള്ളം കൊടുത്ത് ആഹാരം കൊടുത്ത് ഇന്ന് വരെ പ്രാവ് മാറി പിടിച്ചിട്ടില്ല. 4 ദിവസം. ഇവിടുത്തെ പിള്ളേർ പറയുന്നു പറന്ന് ഇറങ്ങിയ ഉടൻ അതിനത് കൊടുക്കണം, മുന്തിരി കൊടുക്കണം, ഉണക്ക മുന്തിരി കൊടുക്കണം, തേൻ കൊടുക്കണം, അത് കൊടുക്കണം. ഞങ്ങൾ നൈറ്റ് പെയ്യിട്ട് വരണ പ്രാവിനെ പിള്ളേരൊക്കെ കൂടെ പിടിച്ച് മുക്കിയൊക്കെയാണ് ഓരോ പ്രാവ് വളർത്തുകാരുള്ളത്. ഞങ്ങളിവിടെ മൈൻഡ് ചെയ്യില്ല. നൈറ്റ് പെയ്യിട്ട് രാവിലെ 10 മണിക്ക് വന്ന് അവിടെ ഇട്ടേ ആ വെയിലത്ത് അവിടെ കിടക്കും. പിറ്റേന്ന് എത്ര മണിക്കാണോ തിന്നാൻ കൊടുക്കാൻ തുറന്നു വിടണം അപ്പോഴും തന്നെ അതിന് ആഹാരം കൊടുക്കും, അല്ലാതെ കൊടുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ പറവപ്രാവിനെ കണ്ടെത്തണം. പറവപ്രാവ് ഒരാഴ്ചയൊക്കെ പട്ടണി കിട്ടാന്ന് പറഞ്ഞാൽ അനങ്ങില്ല. അനങ്ങാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ തയ്യാർ ചെയ്ത് വിടുന്നത്. തയ്യാർ ചെയ്താണ് വിടുന്നത്. കാഞ്ഞിരംകുളം സ്റ്റേഡിയത്തിൽ 3 ട്രിപ്പ് ഓട്ടമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ഫുള്ള്, അതിൻ്റെ പകുതി, അതിൻ്റെ ഹാഫ്, ഇതിൻ്റെ ഇരട്ടി. അപ്പോൾ ഈ ഇരട്ടി പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പം കിടക്കുന്ന സ്റ്റേഡിയത്തിൽ ഓടാൻ പ്രയാസം ഉണ്ടാവും. ഇതിൻ്റെ പകുതിയാക്കിയാൽ ഓടാൻ പ്രയാസം ഉണ്ടാകും. അതിൻ്റെ പകുതിയാക്കിയാൽ നിങ്ങൾ ഇരുന്നിട്ടിരിക്കും പോലത്തെ ഒരു പ്രതിനിധിയല്ലേ തോന്നും. അതാണ് പ്രാവിന്. പ്രാവിന് നൈറ്റ് കയറ്റി കൊടുക്കണം, ഡേ കുറച്ച് കൊടുക്കണം. ഡേ കയറ്റി കൊടുക്കണം, നൈറ്റ് കുറച്ച് കൊടുക്കണം. ഇവിടുത്തെ പയ്യന്മാരങ്ങനല്ലേ, എത്ര പോകുമെന്ന് നോക്കട്ടെ. ഇവർ പായൊക്കെ എടുത്തുകൊണ്ടിട്ട് കപ്പലണ്ടിയും പടയും ഒക്കെ മാറ്റി വെച്ച് തിന്നു തന്നിരിക്കും. അത് അധ്വാനിക്കുകയാണ്. അതിൻ്റെ ലങ്ക കൊടുക്കുന്ന കാര്യം അതിനെ അറിയാം. ഇവനറിഞ്ഞൂണ്ട. അതാണ് ആ പ്രാവിനെ വരണ വരവ്, അതിൻ്റെ ചിറകുടൽ ഇതൊക്കെ നോക്കിയിട്ട് വേണം പ്രാവ്. ഇനി പ്രാവിന് ടേൺ ഇവിടെയാണ്. ഇതൊക്കെ മർമ്മപ്രധാനമായ ഭാഗങ്ങളാണ് കാണാൻ. കട്ട് ചെയ്ത് കളയണ്ട. പിന്നെ പ്രാവ് നമ്മൾ 12 മണിക്കൂർ പറവാണ്ട് ഒരു പ്രാവ് അടുത്ത ടേൺ വിട്ടു. ഒരു അരമണിക്കൂറായപ്പോൾ പ്രാവ് ഇറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. തീർച്ചയായിട്ടും അവനെ തോർത്ത് വെച്ച് കാണിച്ചോ വിരട്ടിയോ കൈകൊട്ടിയോ പറത്തില്ല. കാരണം ആ പ്രാവിന് എന്തോ ക്ഷീണമുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമിന് മുമ്പ് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാലും വീണ്ടും അതിനെ വിടാതെ ഇറക്കണം. ആ വീഡിയോയാണ് എനിക്ക് കയറി വൈറലായി. ആ പ്രാവിനെ ഇറക്കണം, വെട്ടിട്ടിറക്കി ആ പ്രാവിനെ നോക്കണം. അവനാണ് പ്രാവ് പറത്തുകാരൻ, ട്രെയിനർ അവനാണ്. ആ പ്രാവിന് എന്ത് പ്രശ്നമുണ്ട് എന്ന് നോക്കി അതിനെ പരിഹരിച്ച് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒന്നേന്ന് കൊണ്ടുവരണം. ആ വീഡിയോയാണ് എന്നെ ഉന്നതങ്ങളിൽ എത്തിച്ചത്. അവരെല്ലാവരും പറയുന്നുണ്ട്, ഒരിക്കലും ആരും തുറന്നു പറയാത്ത കാര്യങ്ങളാണ് ആശാൻ പറഞ്ഞത്. അതുപോലെ എനിക്ക് വിശ്വാസമുള്ള നല്ല പ്രാക്കളാണ് ഇപ്പോൾ കണ്ണൂർ റഷീദിനും റാസീദിനും കൊടുത്തു. റാസീദ് എനിക്കൊരു ഉപകാരം കൊണ്ടുവന്നു, ഒരു സോളാറിൻ്റെ ലൈറ്റ് വേണ്ട താഴോട്ട് വെച്ചേക്കണം. അത് പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ആരെയും ഇത് സ്വീകരിക്കണേ. പാലക്കാട് ജാബർ ലൈറ്റ് കൊണ്ട് വന്നിട്ട് അവതാരിയല്ല എൻ്റെ സ്നേഹം, ഞാനിവിടെ വന്നതിന് ഓർമ്മ. എന്നിട്ട് റാസീദും ആ സോളാർ ലൈറ്റ് കൊണ്ടുവന്ന്, അയ്യോ അയാളെ കാര്യം കേട്ടാൽ ഭയങ്കര രസം. എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ലാമിനേഷൻ ചെയ്ത് വീട്ടിൽ വെച്ച് പിള്ളേർ മക്കളെന്നും തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കുമെന്നാണ് പറയുക. എല്ലാ മിക്കപ്പോഴൊക്കെ വിളിക്കും. പക്ഷേ ഇത് പുള്ളിക്ക് കൂടെ ഒരു പറവ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല പറക്കുന്ന ലൈനേജാണ് കൊടുത്തയച്ചത്. ഷാബിയും നല്ല അധ്വാനിച്ചിട്ടില്ലെങ്കിൽ ഈ പറവ വയ്ക്കാൻ അവന് പറ്റില്ല. പ്രാവ് അത്രയുണ്ട്. പ്രാവ് ഒരു സെക്കൻഡ് മാറിയാൽ പോയി, ആ ലൈറ്റ് അല്ലെങ്കിൽ ആ ഡ്രസ്സ് മാറിയാൽ പോയി. ഈ ഡ്രസ്സിലെ കാര്യമുണ്ടെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന് ആഹാരം കൊടുത്ത് നാളെ ഡ്രസ്സ് മാറുമ്പോൾ ആ പ്രാവ് എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. മൂന്നാമത്തെ വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ പറവ ട്രെയിനിങ് എങ്ങനെയാണ്, പറവ പ്രാവിനെ കുഞ്ഞിനെ എങ്ങനെയാണ് അതിനെ ഈ പറവ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവന്ന് അതിനെ ടൂർണമെൻറ്റിന് എങ്ങനെ സെറ്റ് ചെയ്യാം,
അതിനെ എത്ര ടൈമിന് പറത്താൻ വിടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ മാക്സിമം എല്ലാ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പറഞ്ഞായിരിക്കും പോകുന്നത്. ഈ പറഞ്ഞു പോകുന്നതിന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പറവപ്രാവ് എന്നുള്ളത്, അതിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളതും അതിന് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കുഞ്ഞിനെ എന്താണ് അതിന് കൊടുക്കുന്ന എന്തെങ്കിലും ഫുഡിൻ്റെ അല്ലെങ്കിൽ എന്ത് ഡൗട്ടായാലും ഇപ്പോൾ നമുക്കറിയാവുന്ന ആശാൻ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആശാൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് പറഞ്ഞു തരാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ അല്ലാതെ വേറെ കമൻറ്റുകളായാലും ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്മൈലി ആയാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മൈലി ആയാൽ പോലും ഹാപ്പി ആയിരിക്കും. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കൂടിക്കോ. അപ്പോൾ നമ്മൾ 3 വീഡിയോ ആയി, ഇപ്പോൾ 3ാമത്തെ എപ്പിസോഡായിരുന്നത്. ഇനി അടുത്ത ഇതിന് പുറമേ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് ആശാന് പറയാനുള്ള ഒരുപാടധികം ഇനിയും കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം ചുരുക്കിയിരിക്കുകയാണ് പറയുന്നത് തന്നെ. എന്നാലും ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുന്ന ഒരാൾക്ക്, ഒരു പുതുതായിട്ട് ഒരു പറവ ഫീൽഡിലേക്ക് വരുന്ന ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് എന്താണ് പറവപ്രാവ് എന്നുള്ളത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് പറവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു ഇത് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഇരുന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് നമ്മൾ അടുത്ത ഈ അസുഖങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് ആശാൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ആശാൻ്റെ പറവുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആശാൻ്റെ ലൈനേജുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ ടൂർണമെന്റ് പറത്തിയിട്ടുള്ള പ്രാവുകൾ ആശാന്റെ ആ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ട് നോക്കുക. അടുത്ത 3ാമത്തെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4ാമത്തെ വീഡിയോയിൽ വന്ന് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ തന്നെ ബാലൻസ്, ഇപ്പോൾ ലൈറ്റിൻ്റെതായാലും അതേപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുന്നതിലും ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് മാറാതെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആശാൻ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്ന്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാറില്ല, അതുകൊണ്ടാണ് ആശാൻ തന്നെ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അതേപോലെ തന്നെ വന്നിട്ട് അസുഖങ്ങൾ, പ്രാവിന് വരാനുള്ള അസുഖങ്ങൾ, അതിനുള്ള ചെറിയ ചെറിയ മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആശാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കുടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതൊന്ന് കാണണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേരെ. ഗുഡ് ബൈ.